എല്ലാവർക്കും വീണ്ടും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, നാമജപത്തിനെക്കുറിച്ച് 2 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. വളരെ അധികം റെസ്പോൺസ് കിട്ടിയ 2 വീഡിയോസാണ്. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത്. പക്ഷെ എന്നാലും എങ്ങനെയാണ് കൂടുതലും നാമജപത്തിനെ ശക്തിപ്പെടുത്തുക എന്ന് ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് നാമജപത്തിന് ശക്തി കൂട്ടുക, എങ്ങനെയാണ് നാമജപം കൂടുതൽ ഫോക്കസ് ആക്കുക, എങ്ങനെയാണ് നാമജപം ഒരു സാധാരണക്കാരന് ചെയ്യേണ്ടത്? നാമജപത്തിന് ശക്തി കൂട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അത് എൻ്റെ ലൈഫിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള, എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള സ്പിരിച്വൽ ജേണി ഒരു ടൂളാണ്. അത് നാമജപത്തിൻ്റെ ആ ഒരു ജേണി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ടൂള് ഇതാണ് ജപമാല. ജപമാല എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മതത്തിലും ഉണ്ട് ജപമാല, അല്ലേ? ഹിന്ദു മതത്തിൽ ജപമാലയുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ജപമാലയുണ്ട്, ഇസ്ലാം മതത്തിൽ, എല്ലാ റിലീജിയനിലുമുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. റിലീജിയൻസിൽ പല പല വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കാണാൻ പറ്റാത്തൊരു ഏറ്റവും സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ് ജപമാല. എല്ലാവർക്കും അതുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് അതിനകത്തുണ്ടാവും, ഇല്ലേ? അതുകൊണ്ടല്ലേ എല്ലാവരും ജപമാല ഉള്ളത്. പലർക്കും പല തരത്തിലുള്ള ജപമാലകളാണ്, അല്ലേ? അപ്പോൾ ഈ ജപമാലയെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ജപമാല എന്ത് ചെയ്യും? നമ്മളൊരു നാമം, ഇപ്പോൾ രാജാറാം എന്നുള്ളൊരു നാമമാണെങ്കിൽ ഇത് ജപിക്കുമ്പോൾ, നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, നമുക്കിപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എത്ര നമുക്ക് തൃപ്തി വരുന്ന അത്രയൊക്കെ ജപിക്കാം എന്നൊക്കെ ഞാൻ പറയാമെങ്കിലും ചില ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ ഉരുവിടുന്നതായ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈംസ് ചെല്ലുന്നതായിരിക്കും കൂടുതൽ തൃപ്തി തരുന്നത്. അതായത് എല്ലാ ദിവസവും. അപ്പോൾ അവർക്കൊരു ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെ അവർക്കൊരു 100 വട്ടം എല്ലാ ദിവസവും ചൊല്ലുമ്പോൾ ഒരു തൃപ്തി, മനസ്സിലൊരു തൃപ്തി, അല്ലെങ്കിൽ 108 പ്രാവശ്യം ചൊല്ലുമ്പോൾ ഒരു തൃപ്തി, അല്ലെങ്കിൽ ഒരു 1000 വട്ടം ചൊല്ലുമ്പോൾ തൃപ്തി, അല്ലെങ്കിൽ എത്ര പ്രാവശ്യമാണെങ്കിലും. അപ്പോൾ ഈ ജപമാല ഉണ്ടെങ്കിൽ, നമ്മളൊരു കൗണ്ടറാണ് എടുക്കുന്നതെങ്കിൽ എന്താണ്? കൗണ്ടറാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ എണ്ണത്തിലായിരിക്കും, അല്ലേ? അപ്പോൾ പക്ഷേ ജപമാലയാണെങ്കിൽ എന്താണ്? നമ്മുടെ ശ്രദ്ധ എണ്ണത്തിലല്ല. കാരണം ജപമാല, ഒരു ജപമാല 108ൻ്റെയും 100ൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ജപമാല കൂടുതൽ ഫോക്കസ് തരും. ജപമാല കൊണ്ട് നമ്മൾ ജപിക്കുകയാണ്, രാമ 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 എന്ന് ജപിക്കുമ്പോൾ കൂടുതൽ ഫോക്കസ്, നമ്മൾ ശ്രദ്ധ നാമത്തിലാണ്, നമ്മുടെ ശ്രദ്ധ മന്ത്രത്തിലാണ്, നമ്മളുടെ ശ്രദ്ധ മനനത്തിലാണ്. ആ നാമത്തിനെ മനനം ചെയ്യുന്നതിൽ, ആ ഭാവത്തിൽ. ഈ ഭാവത്തോടു കൂടി നമ്മൾ ഈ ജപമാല ജപിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ജപമാലയ്ക്കും അതിൻ്റെ ശക്തി ഉണ്ടാവും. നമുക്കറിയില്ല, ഇപ്പോൾ നമ്മൾ പൂജാമുറിയിലൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ആശ്വാസം തോന്നും. നന്നായിട്ട് പൂജ ചെയ്യുന്ന, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മുറികളൊക്കെ ആണെങ്കിൽ അവിടെ കയറി ചെല്ലുമ്പോഴേ നമുക്കൊരു സ്പിരിച്വൽ വൈബ് ഉണ്ടാവും, അല്ലേ? നമ്മൾ കിച്ചണിൽ ചെല്ലുമ്പോഴുള്ള വൈബാണോ പൂജാ റൂമിൽ ചെല്ലുമ്പോഴുള്ള വൈബ്? അതേപോലെ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മളിത് ജപിക്കുമ്പോൾ ഈ മന്ത്രത്തിൻ്റെ, ഈ നാമത്തിൻ്റെ ഒരു ശക്തി ഈ മാലയിലേക്കും പകരും. ഒരു റൂമിലേക്ക് എങ്ങനെയാണോ, ഒരു വ്യക്തിയിലേക്ക് എങ്ങനെയാണോ അത് പകരുന്നത്, അതേമാതിരി തന്നെ ഈ മാലയിലേക്കും അത് പകരും. അപ്പോൾ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ മാല തൊടുമ്പോൾ തന്നെ ആ ഒരു വൈബിലേക്ക് നമ്മൾ പോവും, ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോവും. അതാണ് അതിൻ്റെ ശക്തി. അത്രയും ഫോക്കസ് നമുക്ക് ജപമാല ഭാവത്തോടു കൂടി ജപിക്കാനുള്ളൊരു അവസരം നമുക്ക് തരുന്നു എന്നുള്ളതാണ് ജപമാല. മറ്റൊരിടത്തും അത് കിട്ടുന്നില്ല, അതൊരു സത്യമാണ്. ജപമാല മറ്റൊരു ടൂളിലും അത് കിട്ടില്ല, ജപമാലയിലാണത് കിട്ടുക. ഈ ജപമാല എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്കൊരു പർട്ടിക്കുലർ രാവിലെയോ വൈകിട്ടോ ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ജപമാല ജപിക്കാൻ. ജപം ചെയ്യാൻ, മാല ഉപയോഗിച്ച് ചെയ്യാൻ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഇതിലേതെങ്കിലും 2 ടൈമിൽ നിങ്ങൾ ജപമാല ചെയ്യുക. ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, ഒരുപാട് ആനന്ദത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ്. ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു ക്രിയയാണ് ജപം എന്ന് പറയുന്നത്. അപ്പോൾ ജപം നമ്മൾ പറയുന്നില്ലേ, ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്ന യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ്. അതേപോലെ എല്ലാ മറ്റു മതങ്ങളിലും എല്ലാം ദിക്കറിനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്, പല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്,
അല്ലേ? ശ്രീമദ് ഭാഗവതത്തിൽ കലിയുഗത്തിൻ്റെ ഏറ്റവും വലിയ സാധന തന്നെ നാമജപമാണെന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ടൂളാണ് ജപം. പണ്ട് നിങ്ങൾ മഹർഷീശ്വരന്മാരുൾപ്പെടെ ഉപയോഗിക്കുന്നതാണ് മാല, ജപമാല. അതിൽ ഏത് ജപമാല, ഇന്ന ജപമാല അങ്ങനൊന്നുമില്ല. ജപം ചെയ്യാൻ ഒരു മാല അത്രേ ഉള്ളൂ. കുറച്ച് ഗ്രിപ്പുള്ള മാലയാണെങ്കിൽ അത് നല്ലതായിരിക്കും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാലയാണെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ തന്നെ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ച് ഗ്രിപ്പുള്ള മാലയാണെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു താളത്തിൽ നമുക്കിങ്ങനെ ലയിച്ചുകൊണ്ടിരിക്കാം, ഇല്ലേ? ഈ ജപമാല നമ്മൾ ജപിച്ചു കഴിഞ്ഞ് കണ്ടെടുത്ത് എറിയല്ല ചെയ്യുക. വളരെ ശുദ്ധമായിട്ടുള്ള ജപമാല, ഈശ്വരനെ നമ്മൾ എങ്ങനെയാണോ കരുതുന്നത് അതേപോലെ തന്നെ ജപമാലയെ, ഈശ്വരനെ അറിയാനുള്ള ടൂളിനെയും, അല്ലേ? അതുകൊണ്ട് തന്നെ വളരെ പവിത്രമായിട്ടുള്ളൊരു സ്ഥലത്ത്, പൂജാ റൂമിലോ പ്രാർത്ഥനാ മുറിയിലോ ബൈബിളിലോ ഖുറാനിലോ ഗീതയിലോ നിങ്ങൾ എന്താണോ നിങ്ങളുടെ മതം അതിനകത്തൊക്കെ ജപമാല സൂക്ഷിക്കാം. അത്രയും പവിത്രമായിട്ടുള്ളൊരു സ്ഥലത്ത് ജപമാല സൂക്ഷിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ജപമാല നിങ്ങൾക്ക് 108 ജപമാല കോമൺ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ജപമാലയ്ക്ക് യാതൊരു മതമോ ഇതോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജപമാല വാങ്ങാം. രുദ്രാക്ഷമോ തുളസിയോ ചന്ദനമോ എന്ത് ജപമാലയും വാങ്ങിക്കാം. അതിപ്പോൾ ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ല. കാരണം നമ്മൾ ഇട്ടുകൊണ്ട് നടക്കാനൊന്നുമില്ല, നമ്മൾ ജപിക്കാൻ വേണ്ടിയുള്ള മാലയാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ജപിച്ച് നോക്കിയേ. ഈ ജപമാല ഉപയോഗിച്ച് നിങ്ങൾ എല്ലാ ദിവസവും പറ്റുന്നവർ രാവിലെയും രാത്രിയും സെയിം ജപം ജപിക്കുക. പറ്റാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഈ ജപമാല ഒന്ന് ജപിച്ച് നോക്കിയേ. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്പിരിച്വലിയും ഭൗതികമായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാവും. ആദ്യത്തെ മാറ്റം സ്പിരിച്വലാണ്, ഇല്ലേ? മനസ്സിലാണ് ആദ്യം പരിവർത്തനം ഉണ്ടാവുന്നത്. മനസ്സിൽ നിന്നാണ് മറ്റ് ഭൗതിക തലത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ ഈ ഭൗതിക തലത്തിലുള്ള മാറ്റം വരണമെങ്കിലും ഈ ജപമാല ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പവിത്രമായിട്ട് നമ്മളതിനെ കാണുക എന്നുള്ളതാണ്. എപ്പോഴൊക്കെ ചൊല്ലുക അത് പ്രാധാന്യമാണ്. എപ്പോഴൊക്കെ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന സമയം, രാവിലെയാണോ വൈകിട്ടാണോ, ആ സമയത്താണ് ചൊല്ലേണ്ടത്. നമുക്ക് എത്ര പ്രാവശ്യമാണോ ചൊല്ലാൻ തോന്നുന്നത് അത്രയും. പക്ഷേ ഇന്ന് 100 വട്ടം ചൊല്ലുകയാണെങ്കിൽ നാളെ 200, അങ്ങനെ ചെയ്യരുത്. ഒരു സ്ഥിരത ഉണ്ടാവണം. നമുക്ക് എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ, ഒരു സ്ഥിരത ഉണ്ടാവണം. സ്പിരിച്വൽ കാര്യങ്ങൾക്കും ഒരു ചിട്ട ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ തുടക്കത്തിൽ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ജപമാല ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു ടൂളാണ്. നിങ്ങളെല്ലാവരും ഈ ടൂള് വേണ്ട വിധം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ജപമാല ഉപയോഗിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇത് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു. ചെയ്യേണ്ട രീതി എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ജപമാലയുടെ നടുക്ക് ഒരു വലിയൊരു ഉണ്ട പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലോക്കറ്റ് ആയിരിക്കും, എന്ത് വേണമെങ്കിലും ആവാം. നടുക്ക് ഇപ്പോൾ അതിൻ്റെ നടുക്കൊരു ചെറിയൊരു ഉണ്ട്, അല്ലേ? അപ്പോൾ അതേപോലെ ഈ ജപമാല നമുക്കിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു നാക്കങ്ങ് കിട്ടിക്കോളും നിങ്ങൾക്ക്. മനസ്സിലായില്ല? അപ്പോൾ എന്താണോ നമ്മുടെ ജപമാല മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. മറ്റൊരാൾ നമ്മുടെ ജപമാല എടുത്ത് ജപിക്കരുത്. നമ്മൾ മാത്രമായിരിക്കണം അതിനകത്ത് നമ്മളുടെ എനർജിയാണ്, നമ്മളുടെ സാധനയുടെ എനർജിയാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒരു ജപമാല വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സാധന തുടങ്ങുക. നിങ്ങളുടെ നാമജപം 100 ഇരട്ടി ശക്തി ഏറും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ നിങ്ങളിത് ചെയ്യുക, നിങ്ങളിത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ നന്മകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഫ്രീ ക്ലാസ്സസും അനൗൺസ്മെൻറ്റ്സും അല്ലാതെയുള്ള കോഴ്സസും എല്ലാം അതിനകത്ത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെ, ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.